നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബെൻഡ് ഇവിടെ ഇതിന്റെ അകത്തേക്ക് ഇറങ്ങുന്ന ഒരു ബെൻഡിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കാണുന്ന ഒരു ബെൻഡിന്റെ ഭാഗമാണ്. ബെൻഡിന്റെ ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോൾസ് കമ്പനി ആയിട്ട് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കമ്പനി ആയിട്ട് വെച്ചതിന്റെ ഹോൾസിന് കണക്കായിട്ട് നമ്മൾ വെള്ളം വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കുന്ന വെള്ളം നമ്മൾ ഇതിന് കണക്കായിട്ട് തന്നെ നമ്മൾ വെക്കുക. കാരണം ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഫൗൾ ആയി പോകാൻ വേണ്ടി പാടില്ല. ഇത് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു 10-25 വർഷത്തോളം നമുക്ക് ഇതുപോലെ നിലനിർത്തേണ്ടത്. അപ്പോൾ പരമാവധി ഫൗൾ ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഇൻപുട്ട് ലൈനും ഔട്ട്പുട്ട് ലൈനും നമ്മൾ പരമാവധി കറക്റ്റ് തന്നെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പിറ്റ് പറഞ്ഞ പോലെ നമുക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ സ്ലറി പോകുന്ന വെള്ളത്തിന്റെ കുഴി നമ്മൾ ലേശം കൂടി അങ്ങോട്ട് മാറ്റിയിട്ട് കുഴിക്കുക. കാരണം ഇവിടെ റോഡ് പരിമിതി, സ്ഥലത്തിന്റെ പരിമിതി എല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ കാണുന്ന ഒരു ചെറിയൊരു കൺജസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ഫ്ലോർ ലെവൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ നീറ്റായിട്ട് തന്നെ ഫ്ലോർ ലെവൽ ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതിന് വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാമതൊരു ടാങ്കും കൂടി സെറ്റ് ചെയ്യണം കേട്ടോ, ഇതേ സൈറ്റിൽ തന്നെ. അപ്പോൾ ഇത് ലെവലിങ് അപ്പുറത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 245 വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് കേട്ടോ. ഡയറക്റ്റ് കൊടുക്കാൻ വരെ നമുക്ക് അവിടുന്ന് വരുന്ന പൈപ്പ് ലൈന് സ്ലോപ്പിങ് അങ്ങനെ വാട്ടർ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ വരുന്നത്. സ്പിറ്റ് ലെവലല്ല, വാട്ടർ ലെവലിൽ തന്നെ നമ്മൾ അങ്ങനെ വരുന്ന 4 ഇഞ്ച് പൈപ്പായാലും 2 ഇഞ്ച് പൈപ്പായാലും അല്ലെങ്കിൽ 1.5 ആയാലും നമ്മൾ വാട്ടർ ലെവലിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. സ്പിറ്റ് ലെവൽ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല. സ്പിരിറ്റ് ലെവൽ ഒഴിവാക്കി നമ്മൾ വാട്ടർ ലെവലിൽ തന്നെ പരമാവധി പൈപ്പിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഗ്രൗണ്ടിന്റെ പൈപ്പിംഗ്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് സൈഡുകളിലെ മണ്ണ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതും പരമാവധി കല്ലില്ലാത്ത രീതിയിലുള്ള മണ്ണുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഓപ്ഷൻ ഊരാനുള്ള ഒരു സർവീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് കൊടുക്കുക. ഇനി ബാലൻസ് വരുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഇട്ട് കൊടുക്കാൻ വേണം കേട്ടോ. ഒന്നും കൂടി മെഷർമെന്റ് കറക്റ്റ് പറഞ്ഞുതരാം. ഇത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ഇപ്പോഴത്തെ നിലയിൽ ടോപ്പിന്റെ അളവ് എന്ന് പറഞ്ഞത് 29 സെന്റിമീറ്റർ, 80 സെന്റിമീറ്ററോളം നമുക്ക് ഇതിന്റെ ടോപ്പ് ലെവൽ വരുന്നതാ. ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 80 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ കാണും കേട്ടോ. അത് ഈ സ്ലാബിന്റെ അകത്തുനിന്ന് നമുക്ക് സ്ലാബിന്റെ ടോപ്പിൽ നിന്ന് 90 സെന്റിമീറ്റർ നമുക്ക് ഇതിന്റെ ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതാണ് 90 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് കാരണം ഇതിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇതിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ സ്ലാബ് മാറ്റാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് തുറന്നെടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇതിനു വേണ്ടി ഒരുക്കി കൊടുക്കുക. ആദ്യം വരുന്ന ആൾക്കാർക്കും ഇതിന് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും ഇതൊരു ഉപകാരമാവും. കാരണം ഇത് നമ്മൾ 2-3 സൈറ്റിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നേരത്തൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു സാഹചര്യം കിട്ടിയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്തോ ഞാൻ എവിടെയും കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ലിങ്കുകൾ ഞാൻ ഇട്ടേക്കാം. പോവുക, കാണുക, ഒന്ന് സപ്പോർട്ടും ചെയ്യുക. ഓക്കെ.